ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നിങ്ങൾ ബുദ്ധികെട്ട കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ നിയന്ത്രിച്ചു വരുന്നു എന്ന സങ്കീർത്തനക്കാരൻ്റെ സൂചന ശ്രദ്ധേയമാണ്. കുതിര എപ്പോഴും ഓടാൻ തയ്യാറായി നിൽക്കുന്നു. ഓട്ടം തുടങ്ങിയാൽ പുറകിലോട്ട് പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. ലക്ഷ്യസ്ഥാനത്തെത്തിയാലും അത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കോവർ കഴുതയുടെ സ്വഭാവം നേരെ മറിച്ചാണ്. അടിച്ചോ കുത്തിയോ ഇളക്കി വിട്ടാലേ അത് ഓടും. ബുദ്ധികെട്ട ഈ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ടാണല്ലോ. അവയെ നിയന്ത്രിച്ചില്ലെങ്കിൽ പല അനർത്ഥങ്ങളും വരുത്തിവെക്കും. മനുഷ്യൻ്റെ ബുദ്ധി, വികാരം, സങ്കല്പം ഇവയെല്ലാം പലപ്പോഴും ഈ മൃഗങ്ങളുടേതുപോലെയാണ്. നമ്മുടെ ഇച്ഛാശക്തികളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് വിശുദ്ധനായ പൗലോസ് പറയുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി സമർപ്പിപ്പിൻ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. രണ്ട് കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന് പ്രസാദകരമായ യാഗമായി നമ്മുടെ ശരീരങ്ങളെ അർപ്പിക്കണം. രണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് ബലിപീഠങ്ങളിൽ മൃഗങ്ങളെ അർപ്പിച്ചു വന്നിരുന്ന കാലമുണ്ടായിരുന്നു. അത് ജീവനുള്ള യാഗമല്ല. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ സമയം, കഴിവുകൾ, വിഭവശേഷി, പദ്ധതികൾ, ആഗ്രഹങ്ങൾ ഇവയെല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. ഇങ്ങനെയുള്ള അർപ്പണമാണ് ജീവനുള്ള യാഗമായി ദൈവം കണക്കിടുന്നത്. നമ്മുടെ മതപരമായ പല ചട്ടങ്ങളും ജീവനില്ലാത്തതല്ലേ? ദൈവത്തിന് പ്രസാദകരമായ ജീവനുള്ള യാഗമെന്നത് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ്. റോമർ 12:1. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.